ഹലോ ഫ്രണ്ട്സ്, പൈത്തണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെഗുലർ എക്സ്പ്രഷൻ അഥവാ ഷോർട്ടായിട്ട് നമ്മൾ റിജക്സ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. മെയിനായിട്ട് അത് ഉദ്ദേശിക്കുന്നത് ഒരു സ്ട്രിങ്ങിനകത്തുനിന്ന് അത് നമ്പർ ആകാം, അല്ലെങ്കിൽ ആൽഫാനോമറിക് വാല്യൂ ആകാം. അതിനകത്തുനിന്ന് ഒരു പർട്ടിക്കുലർ ഒരു പാറ്റേണിലുള്ള ഒരു വാക്ക് സെർച്ച് ചെയ്യുക. അതായത് ഒരുപാട് വലിയ അളവിലുള്ള ഒരു സ്ട്രിങ് ആണ്, അല്ലെങ്കിൽ ഒരു ഫയലിനകത്തുനിന്ന് ആയിക്കോട്ടെ. അപ്പോൾ അതിനകത്തുനിന്ന് കണ്ടന്റിനകത്തുനിന്ന് നമുക്കൊരു പർട്ടിക്കുലർ വേർഡോ അല്ലെങ്കിൽ ഒരു ഫോർമാറ്റിലുള്ള കുറെ വേർഡ്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ റിജക്സ് എന്ന് പറയുന്നത്. റെഗുലർ എക്സ്പ്രഷൻ ഒരു പാറ്റേൺ ആയിരിക്കും നമ്മളിത് കൊടുക്കുക. അപ്പോൾ ആ പാറ്റേൺ വെച്ചിട്ടുള്ള വേർഡോ നമ്പറോ അല്ലെങ്കിൽ ആൽഫാനോമറിക് വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ നോട്ട് പാഡിലും വേർഡ് പാഡിലും MS വേർഡിലൊക്കെ സെർച്ച് കൊടുക്കുമ്പോൾ ഈ രീതിയിലാണ് അതിന്റെ, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഈ രീതിയിലായിരിക്കും അത് സെർച്ച് ചെയ്ത് നമുക്ക് ഫൈൻഡ് ചെയ്ത് തരുന്നത്. അപ്പം നമുക്ക് നേരെ റെഗുലർ എക്സ്പ്രഷൻ അഥവാ റിജക്സ് ഒന്ന് പഠിക്കാം. ആദ്യം അതിനായിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. RE എന്ന് പറഞ്ഞ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യണം. അത് വെച്ചിട്ടാണ് നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ ചെയ്ത്. RE എന്ന് പറഞ്ഞാൽ റിജക്സിന്റെ ഷോർട്ട് ഫോമായിട്ട് ആണ് RE വരുന്നത്. അപ്പം അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം നമുക്കൊരു വേർഡ് തയ്യാറാക്കാം. ഞാനിവിടെ STR എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രിങ് വെച്ചിട്ട് ഒരു വേർഡ് തയ്യാറാക്കുന്നു. ഫോർ മോർ ഇൻഫോർമേഷൻ പ്ലീസ് കോണ്ടാക്ട് ഫോൺ 1 2 3 4 6 7 8 9 5 6 7 8 9 10. ഓക്കെ, 10 ഡിജിറ്റുള്ള ഒരു ഫോൺ നമ്പർ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട് ഈ സ്ട്രിങ്ങിൽ. അപ്പോൾ നമുക്ക് ഈ സ്ട്രിങ്ങിനകത്ത് നമുക്കൊരു ഫോൺ നമ്പർ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മളൊക്കെ എങ്ങനെയാണ് ഒരു പാറ്റേൺ ആദ്യം തയ്യാറാക്കണം. അപ്പോൾ പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് ഒന്ന് തയ്യാറാക്കുക. അതൊരു സ്ട്രിങ് തന്നെയാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് പാറ്റേണിനകത്ത് ഇപ്പം നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ /d ആണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്കിങ്ങനെ /d എന്നുള്ളത് 10 പ്രാവശ്യം കൊടുക്കണം. ഇപ്പം 3 4 5 6 7 8 9 10. ഇപ്പം നമ്മുടെ ഒരു /d റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നമ്പറിനെയാണ്, ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ 10 കൊടുത്താൽ 10 ഡിജിറ്റ് നമ്പർ കിട്ടും. ഇനി നമുക്ക് ഇതിനെ RE ഉപയോഗിച്ചിട്ട് നമുക്കൊരു സെർച്ച് ചെയ്യാം. RE.search എന്ന് പറയുക. അതിനകത്ത് നമുക്ക് ആദ്യം നമ്മുടെ പാറ്റേൺ, അടുത്തതായിട്ട് കൊടുക്കേണ്ടത് സ്ട്രിങ് ആണ്. നമ്മൾ ആ സ്ട്രിങ്ങും കൊടുക്കുന്നു, ഓൾറെഡി തയ്യാറാക്കി വെച്ച് STR കൊടുക്കുന്നു. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കുക. ഇഫ് മാച്ച്, നമുക്ക് മാച്ച് ഫൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൂ ആണെങ്കിൽ, മാച്ച് ട്രൂ ആണെങ്കിൽ നമുക്കിവിടെ പറയാം പ്രിന്റ് ഫോൺ നമ്പർ. ഫോൺ നമ്പർ പ്രിന്റ് ചെയ്യാം. അത് മാച്ചിനകത്തുണ്ട്, match.group എന്ന് പറയുക. അതെല്ലാം നമുക്ക് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ എൽസ് പറയുക പ്രിന്റ് ഫോൺ നമ്പർ നോട്ട് ഫൗണ്ട്, ഇങ്ങനെ പറയുക. സേവ് ചെയ്യുക. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്കിവിടെ ഫോൺ നമ്പർ അത് കൃത്യമായിട്ട് അത് ഫൈൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഫോൺ നമ്പറിന്റെ ഫോർമാറ്റ് ഒന്ന് ഡിഫറൻ്റ് ആണെന്ന് വിചാരിക്കുക. ലൈക്ക് ഇപ്പം ഹൈഫൻ ഇട്ടിട്ടാണ് വരുന്നത്. ഇങ്ങനെ 3 എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് നമ്പർ, ഹൈഫൻ, പിന്നെ അടുത്ത 3 നമ്പർ, പിന്നെ അടുത്ത 4, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് റൺ ചെയ്താൽ നമുക്കിപ്പോൾ ഫോൺ നമ്പർ കിട്ടത്തില്ല. കാരണം എന്താ, അതിൻ്റെ രീതി മാറി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വെച്ചിട്ട് ആ ഇടയ്ക്കുള്ള ആ ക്യാരക്ടർ എൻ്റർ ചെയ്യണം. ഈ 3/d കഴിഞ്ഞിട്ട് എൻ്റർ ചെയ്യുക. എന്നിട്ടതൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് നമുക്കത് കിട്ടി. ഇനി ഇത്രയും /d കൊടുക്കണ്ട. നമുക്കിപ്പം ഇത് 3 ആണെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ബ്രാക്കറ്റിൽ പാരന്തസിസിൽ നമുക്ക് എത്രയാണെന്നുള്ള നമ്പർ മാത്രം കൊടുത്താൽ മതി. ഇവിടെ 3 അത് ഓരോ പ്രാവശ്യം ഇങ്ങനെ d റിപ്പീറ്റ് ചെയ്യേണ്ട, എത്ര d ആണെന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ. ഇപ്പം നമുക്കറിയാം 3d പറയുക, റിപ്പീറ്റ് ആകും. 3d ഹൈഫൻ 3d കഴിഞ്ഞിട്ട് 3, അതായത് 3 നമ്പർ ഹൈഫൻ 3 നമ്പർ ഹൈഫൻ 4 നമ്പർ. നമുക്കൊന്ന് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. ഇപ്പോഴും നമുക്ക് ആ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഹൈഫന് ഇല്ല എന്ന് വിചാരിക്കാം. ഇല്ല എങ്കിൽ നമുക്കിവിടെ എളുപ്പത്തിൽ 10 എന്നങ്ങ് ആക്കി കൊടുത്താൽ മതി. 10. അപ്പോൾ സേവ് ചെയ്തേക്കുക, റൺ ചെയ്യുക.
അപ്പം നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് നമ്പറിൻ്റെ ആണ്, ഞാനിപ്പം ഒരു സ്ട്രിങ്ങിൽ നിന്ന് ഒരു നമ്പർ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനുള്ള പ്രോഗ്രാമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് റിജെക്സിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. കൂടുതൽ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്